ഇന്നൊരു ഞായറാഴ്ച ദിവസത്തെ വിശേഷമാണ് ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോന്നെ. ഞങ്ങൾ ഇന്നുള്ള പത്തനംതിട്ട ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ കണ്ടല്ലോ. ഇതാ ഞങ്ങളുടെ ചെറിയ പൂന്തോട്ടം. പൂന്തോട്ടം മാത്രമല്ല, അവിടെ ചേനയുണ്ട്, ചെറിയ പാവലുണ്ട്, തെറ്റിയുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ചെറിയൊരു പൂന്തോട്ടമാണ് കേട്ടോ. രാവിലെ മഴയൊക്കെ പെയ്ത് തോന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 9:30 മണിയായിട്ടുണ്ട്. കാരണം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഞായറാഴ്ച എല്ലാവരും ചക്കയൊക്കെ ഇട്ട് വേവിക്കാമെന്ന്. പറഞ്ഞു തീർന്നില്ല, അമ്മ തോട്ടിയും കൊണ്ട് ഓടിയിട്ടുണ്ട്. തോട്ടിയൊക്കെ ശരിയാക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടും റോഡും തമ്മിൽ അധികം വ്യത്യാസമില്ല. ഞങ്ങളുടെ വീടിൽ നിന്ന് കാലുകുത്തുന്ന റോഡിലോട്ട്, റോഡിൽ നിന്ന് കാലുകുത്തുന്ന വീട്ടിലോട്ട് കേട്ടോ. ഞങ്ങളുടെ അധികം ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി കയറി പോകാവുന്ന രീതിയിലാണ് റോഡ് പണിത് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയൊക്കെ എന്ന് പറയുന്നത്. ചക്ക, ചീനി, പുഴുക്ക്, ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മയോട് പറഞ്ഞു തീരേണ്ട കാര്യമില്ല, അമ്മ എന്തിനും റെഡിയാ ഈ കാര്യങ്ങൾക്കൊക്കെ. കാരണം നമ്മുടെ വീടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുന്നിടത്താണ് ചക്ക ഇടാൻ പോകുന്നത്. ഈ നേരെ അപ്പുറം കണ്ണ് വീടാണ് ഞങ്ങൾ ലൈവ് കുറച്ചെങ്കിലും ഞാൻ ഇടയ്ക്ക് ലൈവിൽ കൂടെ ഗോപു ഗോപു എന്ന് വിളിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഗോപുവിൻ്റെ വീട് കേട്ടോ. ഞാൻ അങ്ങനെ അവളെ വിളിക്കാറുള്ളൂ. കാരണം ഞങ്ങളുടെ വീഡിയോ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവളായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ചാട് ഇവിടെ കിടന്ന് പറയുന്നുണ്ട്, നീ നമുക്ക് ചക്ക ഇടാൻ പോകാമെന്ന്. കാരണം ഞാൻ ഇവിടെ കിടന്ന് അവളെ വിളിക്കുന്നുണ്ട്. അവൾ അടുക്കള പണിയില്ല കേട്ടോ, അവൾ വരുന്നില്ല. അങ്ങനെ അമ്മ തോട്ടിയും കൊണ്ട് ഫ്രണ്ടേ പോകുന്നുണ്ട് കേട്ടോ. അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛനോട് ഞാൻ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഓരോന്നൊക്കെ പറയാം. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നുള്ളൂ. ഞങ്ങൾ ഓരോന്നൊക്കെ പറയാന്ന്. പോകുന്ന കഴിക്കാൻ ഞങ്ങളുടെ സ്ഥലം ഈ കാണുന്നതാണ് ഞങ്ങളുടെ വസ്തു. മുഴുവൻ കാട് കയറി നിൽക്കുക. നല്ല കൃഷിയൊക്കെ ഉള്ളതായിരുന്നു. റബ്ബറൊക്കെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി വെക്കാൻ പറ്റത്തില്ല, എല്ലാം ചൂടലായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. ഇങ്ങനെ കയറി പോകുന്നതായിരിക്കാന്ന്. ഇവിടെയാണ് സുഭദ്രാമ്മയുടെ വീട്. നേരെ പോയി ഇത് നിൽക്കുന്നത് ഞങ്ങളുടെ കാർത്തിയാനമ്മ കേട്ടോ. ഞങ്ങളുടെ അക്കരെയുള്ള വീട്ടിലാണ് കാർത്തിയാനമ്മ. കാർത്തിയാനമ്മയ്ക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. കാർത്തിയാനമ്മ ഈ സ്ഥലം നോക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു റബ്ബർ തോട്ടം ഉണ്ട്. ഇതിന്റെ താഴെക്കൂടെ പോകുന്ന ഈ പ്ലാവ് നിൽക്കുന്നത്. ഈ റബ്ബർ തോട്ടത്തിന് അങ്ങനെ താഴെ കാണുന്ന പ്ലാവിലാണ് ചക്ക കിടക്കുന്നത് കേട്ടോ. സൂക്ഷിച്ചിറങ്ങണം. ഇതൊരു താഴോട്ടുള്ള വഴിയാണ്. ഇവിടെ തിട്ടയായിട്ട് എടുത്തിട്ടേക്കുക. നമുക്ക് അറിയാത്തവർ ഇറങ്ങുമ്പോൾ തെന്നി അടിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഒന്നാമതേ മഴ പെയ്തൊക്കെ കിടക്കുമല്ലേ. സൂക്ഷിച്ചൊക്കെ വേണം ഇറങ്ങാൻ. ഈ ഷാഡോയ്ക്കും അമ്മയ്ക്കും ഒക്കെ നല്ല പരിചയം കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുന്നവർക്കല്ലേ ഈ വഴി നല്ല പരിചയമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്കെന്ന് പറയുന്നത് ഇതൊക്കെ ഹൈ ഡേഞ്ചറസ് ആണ്. നമ്മൾ ഓഫ് റോഡ് പോകുന്ന പോലെ ഞാൻ ഇവിടെയൊക്കെ നടന്നിറങ്ങുന്നത്. പേടിയാണ് തെന്നി വീഴുക. പക്ഷെ ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അവർക്ക് ആർക്കും യാതൊരു പേടിയില്ല. നോക്കിക്കേ, അടിമൊട്ട് മോൾ ഭാഗം വരെ ചക്കയാണ് കേട്ടോ. ഇത് കുഞ്ഞൻ ചക്കയാണ്. അതുകൊണ്ട് ഒരു 5-6 പറിച്ചാലും ഒരു വേവിപ്പിനാവത്തുള്ളൂ കേട്ടോ. ഇതിന്റെ മോൾ ഭാഗം വരെ ചക്ക ഇങ്ങനെ കുരുരാന്ന് പറഞ്ഞിട്ട് കിടക്കാം. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഇവിടെ കാണുന്ന ഈ പ്ലാവേന്ന് എല്ലാവരും വന്ന്. ഈ നാട്ടിലുള്ള ആശ്രയം കേട്ടോ ഈ പ്ലാവ്. എവിടുന്നൊക്കെ ആൾക്കാർ വന്ന് ഈ പ്ലാവിന് ചക്ക ഇട്ടുകൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഇത് പൊതു സ്വത്താണ്. ഈ നാട്ടുകാരുടെ മൊത്തം പൊതു സ്വത്താണ് ഈ പ്ലാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ചക്കയുണ്ട്. എല്ലാവർക്കും കൊയ്ത്താ. ആർക്ക് വേണേലും വന്ന് പറിച്ചിട്ടുണ്ട് പോവാം. ആർക്ക് വേണേലും പറിച്ചിട്ടുണ്ട് പോകാം കേട്ടോ. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും പൊതു സ്വത്താണ് ഈ പ്ലാവ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലൂടെ ഒരു ഗ്രാമത്തിന്റെ മൊത്തം കണ്ണിലൊന്നിയായി പ്ലാവ് എന്ന് പറയുന്നത്. അമ്മയുടെ ചക്ക ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ താഴെ കാണുന്ന വസ്തു എന്ന് പറയുന്നത് മറച്ച് റംബൂട്ടാനാണ്. നിറച്ച് റംബൂട്ടാനായി. ഈ വർഷം എന്താണെന്ന് അറിയത്തില്ല, കാ പിടിച്ചിട്ടില്ല. ആ സ്ഥലത്ത് തന്നെ മാങ്കുഷ്ടി ഉണ്ട് കേട്ടോ. മാങ്കുഷ്ടിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ചക്ക കൊണ്ടൊന്നും ആകത്തില്ല. കാരണം ഇത് കുഞ്ഞൻ ചക്ക എല്ലാം വിളഞ്ഞു കിടക്കുക. സൂക്ഷിച്ചേ എടുത്തുള്ളൂ. മുകളിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് വരിക. നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ. നമുക്ക് ഈ മഴക്കാലത്തുള്ള ആശ്രയം ഇതൊക്കെ ഉള്ളല്ലോ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ ഇടുന്നുണ്ട്. ഓരോരുത്തർ താഴേന്ന് കൊണ്ട് കൊത്തി നോക്കിയിട്ടുണ്ട്, വിളഞ്ഞതാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു 4-5 ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചക്ക നിൽക്കുന്നത് അല്ലെ പ്ലാവ് നിൽക്കുന്നത് ഒരു കയ്യാലപ്പുറത്തായതുകൊണ്ട് ചക്കയൊക്കെ അപ്പുറത്തൊക്കെ വീണിട്ടുണ്ട്. കാണുന്ന വസ്തു കണ്ടോ, ആ വസ്തുവിൻ്റെ അകത്ത് ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നല്ല വലിയ കൂണുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അരിക്കൂണും ഉണ്ടാകും, ചെറിയ കൂണൊക്കെ. ഞാൻ ഇവിടെ വന്നിട്ട് ശേഷം ഈ അരിക്കൂണൊക്കെ കഴിക്കുന്നത് കേട്ടോ. അതുപോലെ വലിയ കൂണൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ഒറ്റ കൂണായിട്ട് ഉണ്ടാകുന്നു, വലിയ കൂട്ടത്തോടൊക്കെ ഉണ്ടാകുന്നു. അമ്മ താഴെ ഇറങ്ങിയിട്ട് ഈ ചക്കയൊക്കെ എടുത്ത് മുകളിലിടുക. ഇത് കുഞ്ഞൻ ചക്കയാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒത്തിരി തുള കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗോവിക്ക് വീട്ടിലും ചക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ചക്ക കൊണ്ട് തികയോന്നൊന്നും അറിയത്തില്ല. എന്നാലും ഉള്ള ചക്കയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അച്ചു വന്നിട്ടുണ്ട്. ഗോവിയുടെ അനിയനാണ് ഈ അച്ചു കേട്ടോ. അച്ചുകുട്ടനും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ചക്ക എടുക്കാൻ വേണ്ടി പോവാം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കാത്തേനമ്മയോട് ഓരോ കാര്യമൊക്കെ ഇരുന്ന് പറയാം കേട്ടോ. ഇത്രയും ചക്ക പോരായോ, ഇനി അല്ലെങ്കിൽ അതിഥി ഇടണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അവിടെ നിന്നുകൊണ്ട് അമ്മയൊക്കെ. എന്ന് വെച്ചാൽ ഇനിയും ചക്ക വേണോ, ആർക്കെങ്കിലും കൊടുക്കാനും വേണോ എന്നൊക്കെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് മന്ദാകിനിയെ പോലെ ഞാൻ മന്ദം ഇറങ്ങി വരുന്നുണ്ട്. മുകളിൽ നിന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുക. എനിക്ക് പേടിയാണ് ഇങ്ങനെ കിട്ടേന്ന് ഇറങ്ങി വരാൻ. എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് ബാലൻസ് ഉണ്ട്, എനിക്ക് വരാൻ ബാലൻസ് വേണം. ഞാൻ അവിടുന്ന് പെതുക്കെ ബാലൻസ് പിടിച്ച് വരുവാണ്ടോ. ചാടി തെറിച്ചില്ല, ബോൾ തെറിച്ച് വരുന്ന പോലെ ഞാൻ ഈ വരുന്നത് മൊത്തം. ഒരാൾ ഇവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഞാൻ അങ്ങനെ ഈ വസ്തുവിലോട്ടൊന്നും അധികം വന്നിട്ടില്ല. ഇപ്പൊ തൊഴിലുറപ്പ് പണി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കുന്നത്. നേരത്തെ ഇതൊക്കെ കാട് കയറി കിടക്കുമായിരുന്നു കേട്ടോ. അതിപ്പോ എല്ലാം വൃത്തിയാക്കി ഇട്ടുകൊണ്ട് നല്ല സെറ്റായിട്ട് കിടക്കുന്നത്.
അത് അമ്മയാ സാധാരണ ഇവിടൊക്കെ വന്ന് അമ്മയും അച്ഛനോട് വന്ന് ഇവിടൊക്കെ വന്ന് ചക്ക ഇടാനൊക്കെ വരുന്നത് കേട്ടോ. ഞങ്ങളൊന്നും ഇങ്ങനെ വരാറൊന്നുമില്ല, കാരണം കാടായതുകൊണ്ട് ഞങ്ങൾ അധികം കൊണ്ടുവരത്തുമില്ല. കാരണം ഇപ്പൊ ഇത് തെളിച്ചിട്ടേക്കുന്നൊക്കെ കൊണ്ട് ഞങ്ങൾ കൂടെ വന്നതാ. ഒത്തിരി നാൾക്ക് ശേഷം ഇവിടൊക്കെ വന്ന് കാണുന്നതുമല്ല. കാരണം നേരെ ആ വസ്തുവിന്റെ താഴോട്ട് നോക്കി ഞാൻ പറഞ്ഞ ചക്ക വീണ് കിടക്കുന്നത്, അവിടെ ആണെങ്കിൽ റംബൂട്ടാനും മാങ്കുസ്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ മാങ്കുസ്തി അത് പച്ചയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. റംബൂട്ടാൻ ആണെങ്കിൽ ഈ വർഷം അത് ഇല്ല, കഴിഞ്ഞ വർഷം അത് വെട്ടിയുള്ളൂ, ഈ പ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല. കാരണം അത് മാത്രമല്ല, ഇവിടെ അടയ്ക്കാമരം ഉണ്ട്, തെങ്ങുണ്ട്, പല സാധനവും ഉണ്ട് അവിടെ കേട്ടോ. അമ്മ അന്നേരം അതിന്റെ ചുവട്ടിലൊക്കെ പോയി നോക്കിയിട്ട് 2 മാങ്കുസ്തി എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക്. കാരണം ഞാനത് പൊട്ടിച്ചേട്ടാ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയോടെ. ഇത് ഇല്ല തോട്ടുപുളിയുടെ വർഗ്ഗത്തിൽ പെടുന്ന ഒരു സാധനമായിട്ടോ ഇതൊക്കെ. കാരണം ഞാനത് പൊളിച്ചിട്ട് കാണിക്കാറ്, എന്റെ കൈ അഴുക്കായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഒരു മടി. അത് ഒരാൾക്ക് ഓടി വന്നിട്ട് എന്റെ തട്ടിപ്പറിച്ച് മേടിക്കും കേട്ടോ. അത് കാണിക്കുന്ന എക്സ്പ്രഷൻ കാണിക്കണം, ഇഞ്ചി ഇന്ന് കുരങ്ങനെ പോലെ പുളിയാന്നുള്ള രീതി കഴിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കാം കേട്ടോ. അതിന് നല്ല തണുപ്പ്, ഇതിനെന്ന് വെച്ചാൽ നല്ല മധുരം, അതുപോലെ തന്നെ നമ്മുടെ ഇത് ഫ്രിഡ്ജ് വെച്ച പോലെ തണുപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ മഴ സമയമായതുകൊണ്ട്. അത് കഴിച്ച് കാണിക്കുന്നുണ്ട്. അത് എനിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ആ എക്സ്പ്രഷൻ കണ്ട് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ മൊത്തം ഷാഡോ തന്നെ കഴിക്കുമെന്ന്. ഞാൻ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛനും കൊടുത്ത് ഇനി നമുക്ക് ചക്കയൊക്കെ വെള്ളമെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാം. കാരണം ഞങ്ങൾ ചക്ക അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന വാരി കൂട്ടി ഒരു സ്ഥലത്താക്കാൻ പോവാന്ന്. എൻ്റെ അച്ഛമ്മ വലിയൊരു ചാക്കും കൊണ്ടാണ് വന്നേക്കുന്ന, ഉള്ള എല്ലാം ഒറ്റയടിക്ക് ചുമന്നുകൊണ്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു കൊടുക്കുമോ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അച്ഛൻ്റെ ചാക്കിൻ്റെ അകത്ത് 4 എണ്ണം കയറ്റി ബാക്കി ഞാൻ 2 എണ്ണം പിടിക്കാമെന്ന് പറഞ്ഞ് ബാഹുബലിയെ പോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഷാഡോയുടെ കൈ ഒടിഞ്ഞുകൊണ്ട് ഷാഡോ രക്ഷപ്പെട്ടു. ഷാഡോയ്ക്ക് ചക്ക എടുക്കാൻ പറ്റത്തില്ല, അതിന് പകരം തോട്ടി എടുക്കാന്ന് പറഞ്ഞ് 4 ചക്കയായിട്ട് അച്ഛൻ ഫ്രണ്ടിൽ കയറുന്നു. ബാഹുബലിയെ പോലെ ചക്ക എടുത്ത് തോളത്ത് വെച്ച് ആരെയും നോക്കാതെ അവൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. വിട്ടുകൊടുക്കുമോ ഞാനും പറഞ്ഞു എനിക്കും വേണം ചക്ക, ഞാനും എടുത്തോണ്ട് ഇപ്പോൾ ഓടുവന്നു. എൻ്റെ ഒരു അഹങ്കാരം നോക്കണേ, ഒരു ചക്ക ഇട്ടാൽ മതി, അല്ല കൈ കൊണ്ടുപോയാൽ മതി എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ നടക്കത്തില്ല. അവൻ 4 ചക്ക എടുക്കുമ്പോൾ എനിക്ക് 2 ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ചു. അങ്ങനെ 2 ചക്ക, എൻ്റെ അഹങ്കാരം. 2 കയ്യിലും ഓരോ ചക്ക എടുത്തു വെച്ച് ചെറിയൊരു ബാഹുബലിയെ പോലെ ഞാനിങ്ങനെ നടക്കുവാണ് കേട്ടോ. എൻ്റെ നടപ്പൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ഇതാണ്, പക്ഷെ ഉള്ളി പേടിയാണ് കേട്ടോ, തെന്നി അടിച്ച് വീഴുമെന്നുള്ള രീതിയിൽ ഞാൻ ഈ കയറ്റമൊക്കെ കയറിപ്പോണേ. കാരണം ഞങ്ങൾ ചക്ക എടുത്തുകൊണ്ട് വന്ന വഴി തിരിച്ചു വരിക കേട്ടോ. കാരണം ഞങ്ങൾ തിരിച്ചു വരുന്ന സൈഡ് മൊത്തം വാഴ നട്ടേക്കാം. ഇവിടെ മിക്ക വീടുകളിലും കൃഷിയുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മിക്ക വീടുകളിലും വാഴ, ചേമ്പ്, ചേന, ഇഞ്ചി എല്ലാം കൃഷിയൊക്കെ ചെറിയ തോതിൽ നട്ടു വെക്കാറുണ്ട് കേട്ടോ. കാരണം നോക്കിക്കേ, പോകുന്ന സൈഡിലൊക്കെ നോക്കിക്കേ വാഴയുണ്ട് കേട്ടോ. ഇവിടെ മിക്ക വീടുകളിലും വാഴയൊക്കെ കാണും, അത് ഞാലിപ്പൂവും കാണും, ഏത്തക്ക കാണും. ഇപ്പൊ ഇനി ഓണം വരാൻ പോകല്ലേ, ചിലയിടത്തൊക്കെ ഓണത്തിനേക്ക് വേണ്ടിയുള്ള ഏത്തവാഴയൊക്കെ നട്ടിട്ടുണ്ട്. കൂടാതെ ചെറിയ തോതിൽ ചേമ്പും ഒക്കെ നട്ടിട്ടുണ്ട്. നല്ല മണ്ണാണ് കേട്ടോ, എന്ത് കൃഷി ചെയ്താലും ഉണ്ടാകുന്ന രീതിയിലാണ്. ഇപ്പൊ മഴ പിടിച്ച് ഇവിടെല്ലാം കാട് കയറി കിടക്കുകയാണ്. കാരണം കുറച്ച് മഴയൊക്കെ മാറി കഴിയുമ്പോൾ ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയൊക്കെ ചെയ്യും. ഓണത്തിന് മുമ്പ് ഇവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ സൈഡ് നമ്മുടെ ഈ തകര കൊണ്ട് ഷീറ്റ് വെച്ചേക്കും. തകര ഷീറ്റ് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പന്നി കയറാതിരിക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ ചീനി ഇതൊക്കെ നട്ട് കഴിയുമ്പോൾ പന്നി കുത്തി കൊണ്ടുപോകും. കാരണം പന്നി കുത്താതിരിക്കാൻ വേണ്ടി തകരയുടെ ഷീറ്റ് ഈ സൈഡിലൊക്കെ അടുക്കി വെച്ചേക്കുന്നത്. കാരണം ബാഹുബലിയെ പോലെ ചക്ക എടുത്ത് ഞാൻ ഇപ്പൊ കുഞ്ഞിനെ പോലായി ചക്ക എടുത്തുകൊണ്ട് നടക്കുന്നത്. പകുതി എത്തിയപ്പോഴാ കൈ കഴിക്കാൻ തുടങ്ങി. നമ്മൾ കുഞ്ഞൻ ചക്ക ആണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ അവിടെ തന്നെ അങ്ങ് ഇട്ട് ഇനി എടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബാഹുബലിയെ പോലെ അച്ചുമോനും അത് എടുത്ത് അവിടെ താഴെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ തോട്ടി വീട്ടിൽ കൊണ്ട് വെക്കാൻ പോവാണ്, നമ്മൾ ഈ സൈഡിൽ കൊണ്ട് വെക്കുക കേട്ടോ. കാരണം ഞങ്ങളുടെ ഈ സൈഡിൽ ഒരു ചെറിയ വെറ്റപ്പൊടിയുണ്ട്. കാരണം ഇതാണ് ചക്കയുടെ സൈസ്, ഇത്രയേ ഉള്ളൂ. കാരണം ഇനിയും ചക്ക എടുക്കാനുണ്ട്. അന്നേരം അമ്മ അവിടെ നിൽക്കുക, ഇനിയും ചക്ക എടുത്തോണ്ടാണ്. അതുപോലെ അമ്മ അവിടെ ചെന്ന് കുറച്ച് ചുള്ളിലും വാരിയിട്ടുണ്ട്. ആ ചുള്ളിലും ചക്കയും കൂടി എടുത്തോണ്ട് വരാൻ വേണ്ടിയാണ്. അതെല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോൾ അമ്മ രാവിലത്തെ കാപ്പി കഴിക്കുക കേട്ടോ. കാരണം അമ്മയോട് ചോദിക്കുക എന്തോ കഴിക്കുന്നതെന്ന്. കാരണം അമ്മ രാവിലെ പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പാലപ്പം കടിഞ്ചായും കൂടെ കുടിക്കുന്നത്. ഒരാൾക്ക് ഇവിടെ ഇത് പഴങ്കഞ്ഞി വേണം. കാരണം പഴങ്കഞ്ഞിക്ക് എന്തോ കറിയെന്ന് അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം അമ്മ പറയുന്നുണ്ട് ഉണക്കമീനുണ്ട്, മീൻകറിയുണ്ട്, മോരുണ്ട്. അത് ഓടി വരുന്നുണ്ട്. അന്നേരത്തേക്ക് ഞാൻ ഉണക്കമീൻ എടുത്ത് അടുപ്പിലിട്ടിട്ടുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയൊക്കെ. അത് ഇവിടെ മിക്കപ്പോഴും കനലിൽ ചുട്ട ഉണക്കമീൻ എടുക്കുന്നത്. അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. എത്ര മീൻ വറുത്തെടുത്താലും കനലിൽ ചുടുന്നതിന്റെ ആ മണവും ആ രുചിയും ഒന്ന് വേറെ തന്നെ കേട്ടോ. ആ തീക്കകത്ത് ഇട്ട് വെന്ത് വണിന്ന മണം പറയുമ്പോഴേ വായിക്കകത്തൂടെ വെള്ളം വരുവാണേ. കാരണം നമ്മൾ ഉണക്കമീൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തല്ലി വൃത്തിയാക്കണം. കണ്ടോ, അതിന്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് നന്നായിട്ട് അടിച്ചു തല്ലുമ്പോൾ ഈ ചെതുമ്പലൊക്കെ അങ്ങ് പൊക്കോളും. കാരണം ഞാൻ പഴങ്കഞ്ഞിക്ക് വേണ്ട സാധനം എടുക്കുക. ഒരു ഷാഡയ്ക്ക് പ്രത്യേകം ഒരു കുഴിയിലൊക്കെ ഉണ്ട്. അരത്തേക്ക് മീൻ അമ്മ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയ മീനാണ് മത്തി കേട്ടോ. കാരണം മത്തിക്കറിയും ചക്ക കഴിച്ചോടെ തിന്നാനാ പ്ലാൻ. അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് മത്തി വെട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കറി വെക്കാം, ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞു. കാരണം അമ്മ അതുകൊണ്ട് ആദ്യം വന്ന് കഴിക്കുന്നത്. അന്നേരത്തേക്ക് ഞാനിവിടെ ഉണക്കമീനൊക്കെ ചൂടുക കേട്ടോ. കാരണം ഉണക്കമീനുണ്ട്, തലേദിവസത്തെ മീൻകറിയുണ്ട്, മോരുകറിയുണ്ട്, തീയലുണ്ട്, ചീനി വെച്ചുണ്ട്, ഇത്രയും ഉണ്ട് കറി. കാരണം ഞാനൊരു പാത്രത്തിൻ്റെ അകത്ത് ഇതെല്ലാം വിളമ്പുക. അന്നേരം ഷടമ്പന് പ്രത്യേക ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ ചോറൊക്കെ ഇട്ട് വിളമ്പുക കേട്ടോ.
പുള്ളിക്കാരന് പ്രത്യേകം അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് ചിട്ടയൊക്കെ ഉണ്ട്, വെള്ളമൊന്നും വേണ്ടാത്ത രീതി വേണം എടുക്കാൻ. ആ സമയം കൊണ്ട് അമ്മ വേണ്ട മീൻ വെട്ടാൻ പോയിട്ടുണ്ടേ. അമ്മ മീൻ വെട്ടിയിട്ട് വെട്ടിയിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ജോലി ഓരോരുത്തർ തീർക്കാതെ പെട്ടെന്ന് ജോലി കഴിയുമല്ലോ. ഇന്നത്തെ നല്ല പരിഞ്ഞിലുള്ള മീനാണ്. ആ സമയത്ത് ഞാനിവിടെ ചോറ് വിളമ്പിട്ടുണ്ട്. ചട്ടി വേസ്റ്റാക്കി കളയണ്ടെന്ന് പറഞ്ഞാൽ ചട്ടിക്കകത്ത് കുറച്ച് ചോറും എടുത്ത് ഞാൻ ചട്ടിച്ചോറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പറയാമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും പഴമഞ്ഞോളം ടേസ്റ്റ് വേറെ ഒന്നിനും വരത്തില്ല. എത്ര കൂടിയ ആഹാരം കഴിച്ചാലും, പലഹാരം മേടിച്ച് കഴിച്ചാലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് കഴിച്ചവർക്ക് അറിയാമായിരിക്കും. അത് പറയാനുണ്ട് പ്രത്യേകം. ഇതൊക്കെ ഇളക്കി വാരി കഴിക്കുമ്പോൾ ആ കറിയുടെ, ആ തലേദിവസത്തെ കറിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറയാം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാന്താരി ഉണക്കമീനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എവിടെ വാരി ഒരു പിടി അങ്ങ് പിടിച്ച സ്വർഗം. കഴിച്ചു കഴിഞ്ഞോടി? എന്തോ മീൻ ചട്ടിക്കകത്ത് തല ഇട്ടോ? മോതൊക്കെ കരി ഇരിക്കുന്നല്ലോ. എന്തോ ഇന്നലത്തെ മീൻചട്ടിയല്ലേ? മീൻചട്ടിക്കകത്ത് സൗത്ത് ആഫ്രിക്ക ആക്രാന്തം മൊത്തം ചട്ടിയെ കയറി പിടിച്ചു അല്ലേ? ആ ചട്ടിയുടെ കരി എടുത്ത് ചെള്ളക്കും തൂത്തോ? അറിഞ്ഞില്ല അല്ലയോ? ആ നന്നായിട്ടുണ്ട്, സൂപ്പർ. ആ ഇതെല്ലാം പറക്കി എടുത്തോണ്ട് പോയി കഴിയാട്ടെ. ഈ സമയം കൊണ്ട് അമ്മ മീൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് പരിഞ്ഞിൽ മീനായിരുന്നു. മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്ന് ഇത് കറി വെക്കാൻ വേണ്ടിയുള്ള എന്റെ അവസരമാണ്. ഈ സമയത്തിന് ചാടോ ആ സൈഡ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എപ്പോഴും ലൈവിലൊക്കെ വരുമ്പോൾ പറയും പത്തനംതിട്ട പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ്, ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീടെന്ന് പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ വീട്. അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പ്ലാന്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയാത്തവർക്ക് ജസ്റ്റ് ഞാൻ പ്ലാന്റേഷനും ഞങ്ങളുടെ ആ പ്രകൃതി സൗന്ദര്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റോഡാണ് കേട്ടോ. ഇതൊരു പഞ്ചായത്ത് റോഡാണ്. അങ്ങനെ വലിയ മിറ്റമൊന്നുമില്ല, മിറ്റവും റോഡും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പറഞ്ഞ നമ്മുടെ പ്ലാന്റേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് കൊടുമൺ പ്ലാന്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം എസ്റ്റേറ്റാണ് കേട്ടോ. ഏകദേശം ഏക്കർ കണക്കിന് എസ്റ്റേറ്റാണ്. കാണാൻ തന്നെ നല്ല പച്ചപ്പും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്, നല്ല രസമാണ്. ഇത് റബ്ബറാണ് നിൽക്കുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് വെട്ടുന്നതൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പോൾ വെട്ടുന്നില്ല എന്ന് വെച്ചാൽ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടത്തില്ല. പിന്നെ അവർ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താ ഷീറ്റല്ല, പിന്നെ വെട്ടുന്നതിൻ്റെ ആ പട്ടയുടെ അവിടെ അവർ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഒന്നിടവിട്ടൊക്കെ ആയിരിക്കും വെട്ടുന്നത്. പക്ഷേ ഇപ്പോൾ വെട്ടുന്നില്ല, അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ നല്ലൊരു വൈബാണ് ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഉണക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ റബ്ബറിൻ്റെ ഇലയെല്ലാം അങ്ങ് പോകും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ പിന്നെ മഴ കാരണം അതും ഒരു പ്രത്യേക രസമാണ്. ഇവിടെ കാണാനൊക്കെ ഉണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് വീടുകളുണ്ട്. ഇതാണ് എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞ് ലൈവിലൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും എൻ്റെ ഗ്രാമം, കൊച്ചു ഗ്രാമം. ഇതാണ് കരിമ്പമണ്ണ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് ഈ ചുറ്റുവട്ടത്തിലൊരു 10 വീട് ഉണ്ട്. അതാണ് നമ്മുടെ കരിമ്പമണ്ണ് എന്ന് പറയുന്നത്. ആ ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്ലാന്റേഷനാണ്. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പണ്ടൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമൊക്കെ ഇതിനകത്തായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു റോഡുണ്ട്. അവിടെ ചേരം ഒരു ഗ്രൗണ്ട് പോലുണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ആരുമില്ല, ഇപ്പോൾ എല്ലാവരും പോയി. എല്ലാവരും ഗൾഫിലും ഓരോ ജോലിയുടെ ആവശ്യത്തിനും ഒക്കെ പോയി. ഇവിടെ ഇങ്ങനെ പണ്ടൊരു അരുവിയായിരുന്നു കേട്ടോ. അരുവി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. അല്ല, ഈ വഴിയൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലമായിരുന്നു. കിളിനാഥം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാമായിരിക്കും. അപ്പം ഇവിടെ കാടൊക്കെ പിടിച്ച് ആകപ്പാടെ ഇതായി കിടക്കുക. പക്ഷെ നല്ല ശുദ്ധമായ വെള്ളമാണ് ഈ വരുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം. ഈ വെള്ളം അങ്ങ് മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത് കേട്ടോ. അതുപോലെ ചീവീടിൻ്റെ സൗണ്ടുകളെ, ഇതൊരു പ്രത്യേക ഒരു വൈബാണ്. ഇവിടെ വെറുതെ വന്നിരുന്നാലും നല്ല രസമാണ് കേട്ടോ. ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല, ഒരു സൈലൻ്റാണ്. പിന്നെ ചീവീടിൻ്റെ സൗണ്ട് മാത്രം. ഈ വെള്ളം മുകളിൽ നിന്ന് ഊറ്റ് വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വരും. മഴ സമയത്താണ് ഏറ്റവും കൂടുതലും വരുന്നത് കേട്ടോ.
ഇതിങ്ങനെ പോയി ഈ സൈഡിനൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകുന്ന ആ സൗണ്ടും ടിവിയുടെ സൗണ്ടും ഒക്കെ കേൾക്കാൻ എന്താ രസം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഗ്രാമം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഗ്രാമം കൂടെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നില്ലേ. ഇവിടെ ഒരുപാട് ആയുർവേദം സംബന്ധമായിട്ടുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരൊന്നും അറിയത്തില്ല, എങ്കിലും കുറേ ഉണ്ട് ഇവിടെ. കണ്ടേ, ഇതാണ് നറുതീണ്ടി എന്ന് പറയുന്നൊരു സംഭവം. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നറുതീണ്ടി. എൻ്റെ ഈ നിൽക്കുന്നതാണ് നറുതീണ്ടി കേട്ടോ. നറുതീണ്ടി സർബത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ കായോ കിഴങ്ങോ എന്താണെന്ന് അറിയില്ല, പക്ഷേ നല്ല മണം, ഒരു ചോക്ലേറ്റിൻ്റെ മണമാണ് ഇത് കേട്ടോ. നല്ല ഈ സാധനം ഒരു ചോക്ലേറ്റിൻ്റെ മണമാണിത്. പറിച്ചു കഴിഞ്ഞാൽ നല്ല ചോക്ലേറ്റ്. പക്ഷേ ഇതാണ് നറുതീണ്ടി സംഭവം. പിന്നെ ഇതിനകത്ത് പിന്നെ ഞങ്ങൾക്ക് മഴക്കൂണ്, മഴ പെയ്ത് കഴിയുമ്പോൾ മഴക്കൂണ് ഇഷ്ടംപോലെ നിൽക്കും. പക്ഷേ ഈ പ്രാവശ്യം എവിടെ നിന്നൊക്കെ അമ്മ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് കാണാൻ പറ്റത്തില്ല, അപൂർവങ്ങളിൽ ഇതിനകത്തൊക്കെ കാണാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ റബ്ബറിൻ്റെ ചുവട്ടിലും ഒക്കെ കാണാം മഴക്കൂണ്, നല്ല മഴക്കൂണ് നിൽക്കുന്നതാണ്. പണ്ടൊക്കെ വരുമായിരുന്നു, എൻ്റെ കൊച്ചിലേക്ക് ഇവിടെയൊക്കെ ഒന്ന് മഴക്കൂണ് കിട്ടുമായിരുന്നു. പിന്നെ അത് കയറി തപ്പണം, എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ നമുക്ക് ഒരു കുറച്ച് സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മണം അടിക്കുമ്പോൾ നമുക്കറിയാം ഈ പരിസരത്ത് എവിടെ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, നിങ്ങളെ കാണിച്ചു തരാനൊക്കൊണ്ടില്ല. എങ്കിലും നമുക്ക് ഇനി നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ ഗ്രാമം കണ്ടല്ലോ എല്ലാവരും, അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന്, നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് അലിക്കുട്ടി അവിടെ മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അമ്മ മീനൊക്കെ കട്ട് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചായിരുന്നു. കറി ആയോ ഇല്ലയെന്ന് അറിയത്തില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് അമ്മ ചക്ക എല്ലാം വെട്ടി റെഡിയാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. അതെന്താണെന്നറിയില്ല. നമുക്കിനി വീട്ടിലോട്ട് പോകാം, വീട്ടിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ സ്ഥലം? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഇനി അടുത്ത വിശേഷം എന്താണെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ അവിടെ പ്ലാന്റേഷനൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇനി നമുക്ക് മീൻകറിയിലോട്ട് പോകാം. അതിന് അമ്മ അവിടെ ചക്ക ചെത്തി ഇട്ടുണ്ട്, ഇനിയും വെട്ടിയിടണം. അന്നേരത്തേക്ക് നമുക്ക് മീൻകറി ആക്കാം. അവിടെ എല്ലാവർക്കും അറിയാമല്ലോ മീൻകറി വെക്കാനൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിവിടെ മീൻകറി വെക്കാൻ എടുത്തപ്പോൾ നമുക്ക് കരിയാപ്പിലയില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ അയ്യത്താണെങ്കിൽ കരിയാപ്പൊക്കെ ഉണ്ട്. കാരണം ഞാനാണ് ഷാഡോവിനോട് വരഞ്ഞു പോയി അയ്യത്തുനിന്ന് പോയി കരിയാപ്പം പിച്ചിക്കൊണ്ട് വരാമെന്ന്. ഞാൻ അന്നേരത്തേക്ക് മീൻകറി വെക്കാം, എല്ലാ അരപ്പൊക്കെ ചേർത്ത് അടുപ്പിലോട്ട് വെക്കാം. ഇയാൾ പോയി കരിയാപ്പിലെടുത്തു. അന്നേരം കരിയാപ്പില എടുക്കാൻ വേണ്ടി ഒരാൾ പോയി പോക്കാണ്. അത് ഞങ്ങളുടെ വസ്തുവിൽ തന്നെ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വീട് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം ഞങ്ങളുടെ വസ്തുവിൽ. അപ്പോൾ നമ്മൾ രാവിലെ ഈ വഴിയാണ് ചക്ക പറിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ സ്ഥലം കൂടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ അലിക്കുട്ടിയുടെ സ്ഥലമാണ് കേട്ടോ. അലിക്കുട്ടിയുടെ എൻ്റെയും കൂടെ സ്ഥലമാണ്. അപ്പം ഇതിനകത്ത് ഞങ്ങൾക്ക് കരിയാപ്പില എല്ലാം ഉണ്ട്, അത്യാവശ്യം കുറച്ച് കൃഷിയുണ്ട്. ഇതിപ്പോൾ ഈ സൈഡ് നമുക്ക് മണ്ണെടുക്കാൻ വേണ്ടി വെച്ചേക്കുക, ചെറിയ വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി മേളിലോട്ട് കയറണം. പക്ഷേ എന്ത് ചെയ്യാനാ, നല്ല 2-3 കൊല ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ആ കൊല കഴിഞ്ഞ ദിവസത്തെ മഴയിൽ എല്ലാം ഒടിഞ്ഞ് താഴെ വീണു കണ്ടോ. പന്നിശല്യമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വേലിയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ച് കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ മണ്ണെടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമ്മളൊന്നും ചെയ്തതുകൊണ്ട് നല്ല ഒന്നാന്തരം കൊലയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം താഴെ വീണ് പോയി, ഒടിഞ്ഞു പോയി. റോബസ്റ്റ കൊലയായിരുന്നു. ഇനിയിപ്പോൾ തോരനോ എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല കൃഷികളും കാര്യങ്ങളൊക്കെ, ഇഞ്ചി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് തട്ടുഭൂമിയാണ്. പത്തനംതിട്ട കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ. ഇവിടെ കൂടുതലും തട്ടായിട്ടുള്ള ഭൂമിയാണ്, നിരപ്പ് ഭൂമി കുറവാണ്. അപ്പോൾ ഇവിടെ കൂടുതലും റബ്ബറും ഒക്കെയാണ് കൃഷികൾ. പക്ഷേ ഇതിന് ഈ താഴെ പറയുന്ന സ്ഥലം എന്ന് പറയുന്ന കണ്ടമാണ്. കണ്ടം എന്നുവെച്ചാൽ ഞങ്ങളൊരു 3 മലയുടെ ചരിവിലാണ് നമ്മുടെ ഈ കരിമൂമണ്ണെന്ന് പറയുന്ന ഈ ഗ്രാമം നിൽക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. നല്ലൊരു കാറ്റ് വന്നായിരുന്നു, അതോടുകൂടി എല്ലാം പോയി. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അതുകൂടാതെ ഒരു വെറൈറ്റി സംഭവം ഇവിടെ ഉണ്ട്. വെറൈറ്റി എന്ന് പറയാനെ കൊണ്ട് ചക്ക തന്നെയാണ് അത്. ഇതുപോലെ എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. അപ്പോൾ അച്ഛനിങ്ങനെ കാന്താരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാന്താരി കണ്ട പഴുത്ത് ഇങ്ങനെ നിൽക്കുക. അത് അമ്മയുടെ കൃഷിയാണ് കാന്താരി. മുളക് കൃഷി മൊത്തം അമ്മയുടെയാണ്. ഞാൻ കയറിയപ്പോഴത്തേന് അണയ്ക്കുന്ന സൗണ്ട്, അയ്യോ ഇത് കയറ്റോ. ഇതിലൊരു 2-3 തവണ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും. ഇത് ഇവിടെയാണ് ഞങ്ങളുടെ കരിയാപ്പില നിൽക്കുന്നത്. എന്താ ഈ നിൽക്കുന്ന എല്ലാം കരിയാപ്പാണ്. എന്താ ഇഷ്ടം പോലെ കരിയാപ്പ് ഇവിടെ ഉണ്ട്. കണ്ടോ,
ഇവിടെ തൊട്ട് മരമാണ് കരിയാപ്പലിൻ്റെ മരം. ഇതാണ് അലിക്കുട്ടി പറഞ്ഞത് ഇപ്പോൾ കരിയാപ്പൽ ഓടിച്ചുകൊണ്ട് വരാൻ. ഓടിക്കണം. പിന്നെ വേറൊരു മരുന്നുണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം കരിയാപ്പൽ ഇപ്പോൾ ഉണ്ടോണ്ട് ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. ഇതെല്ലാം കരിയാപ്പലാണ് അന്നയിക്കുന്നു. അപ്പോൾ ഞാനുണ്ട് ഇവിടെ എല്ലാം വേലി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പന്നി കയറിയിട്ടേ എല്ലാം നശിപ്പിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ഒരു കൊച്ചു പ്ലാവാണ്. വണ്ടിക്കാരുടെ കയ്യിൽ നിന്നും അച്ഛൻ വാങ്ങിയതാണ്. പക്ഷേ ഇതിൽ എപ്പോഴും ചക്കയാണ്. എപ്പോഴും ചക്കയുണ്ടോ? ഒരു കൊച്ചു പ്ലാവാ. കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ? ഇതിലെപ്പോഴും ചക്കയാണ്. ഏകദേശം ഒരു 10-15 ചക്കകളുണ്ടാവും. കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചു. ഒരു കൊച്ചൊരു പ്ലാവുണ്ട്, കുഞ്ഞൊരു പ്ലാവാണ്. ഏകദേശം 1 വർഷം ആയതേ ഉള്ളൂ. 1 വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കാൻ തുടങ്ങി. വലിയ ചക്ക വലിയ ഒന്നും ആവത്തില്ല, എങ്കിലും ഇതിൻ്റെ ചുളയെന്ന് പറഞ്ഞാൽ ചുമന്ന ചുളയാണ്. നല്ല മധുരം, വരിക്കച്ചക്കയാണ് കേട്ടോ. ഇതിന്ന് വൈകിട്ട് പറിക്കണം. ഞാൻ കരിയാപ്പല എടുക്കാൻ വേണ്ടി വന്നില്ല, അപ്പം ഇനി കരിയാപ്പലയും കൂടെ എടുത്തുകൊണ്ട് കൊടുക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ കരിയാപ്പല ഇല്ലാത്ത മീൻകറി കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ കരിയാപ്പല ഇതിൽ നിന്ന് ഇങ്ങനെ പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. കരിയാപ്പല ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം പൊടിച്ചെടുക്കുക. കണ്ടോ? ഇപ്പം തന്നെ ഇത്രയും 2 പിടി ഓടിച്ചപ്പോൾ തന്നെ ഇത്രയും കിട്ടി. ബാക്കി ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ചു പോകും, അലിക്കുട്ടിയുടെ വീട്ടിലോട്ട് പോകും. അപ്പം അന്നേരം ബാക്കി ഓടിച്ചുകൊണ്ട് പോവാം. എൻ്റെ ഇവിടെ മുകളിലെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് റബ്ബറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടുന്ന് റബ്ബറാണ്. ഇവിടുന്ന് മേളിലോട്ട് നമ്മുടെ സ്ഥലം തന്നെയാണ്, റബ്ബറാണ്. ഒന്നും ആയില്ല, ഇപ്പോൾ ഏകദേശം 5 വർഷം ആയതേ ഉള്ളൂ റബ്ബർ. അതിന് മുകളിൽ കുറച്ചുണ്ട്, അവിടെ വെട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പ്ലാവ് വേറെ ഇതുപോലൊരു പ്ലാവ് ഞങ്ങൾ വേറെ നട്ടായിരുന്നു. ആ പ്ലാവ് നട്ടപ്പം ചക്ക ഒരു 10 വർഷമായിട്ടും ചക്ക ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ഏതാണ്ടൊക്കെ കെട്ടി ഇതിൽ ചക്ക എന്തായാലും ഉണ്ടായി. വെറുതെ പറയാം അരിഞ്ഞാണം കെട്ടുക, ഓരോന്നൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇതിലൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ എന്തായാലും ഇതിന് മുകളിൽ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുകളിൽ നിൽപ്പുണ്ടോണ്ട് മുകളിൽ എന്തായാലും ഒരു ചക്ക ഉണ്ടായി. നാണക്കേട് മാറി. വെട്ടിക്കളയണമെന്ന് വിചാരിച്ചതാണ്. ചക്ക ഉണ്ടായ സ്ഥിതിക്ക് 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. അതും ആ താഴെ നിന്ന് അതേ ടൈപ്പ് ഒരു പ്ലാവ് മേടിച്ച് നട്ടതാണ്. അത് 1 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞതാണ്. 10 വർഷമായിട്ടും കായ്ച്ചില്ല. അച്ഛനെന്തോ മോതിര വിരലോ മോതിരമോ ഏതാണ്ടൊക്കെ കെട്ടിയിടുവോ ഏതാണ്ടൊക്കെ ചെയ്തു. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ചക്ക ഉണ്ടായി. 2 ചക്ക ഉണ്ടായി. 1 ചക്ക പോയി. താഴെ ഉണ്ടായിരുന്നു ആ ചക്ക. പിന്നെ ഭൂമിയായിട്ട് ടച്ചായിട്ട് നിന്ന് നീറിപ്പോയി. ഇനി മുകളിൽ ഒരെണ്ണമുണ്ട്, അന്ന് ഇട്ട് നോക്കണം. ശരിക്കാണോ കോഴിയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലവും കരിയാപ്പലയും. ഓക്കെ, നമ്മുടെ വീട് നിൽക്കുന്നത് തൊട്ട് താഴെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു 3 മലയുടെ ചരിവിലാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ നിന്നാൽ കാണാം കേട്ടോ. അതല്ല നമ്മുടെ വീട്, അത് നമ്മുടെ അയൽവക്കത്തെ നമ്മുടെ അച്ചുമ്മൻ്റെ വീടാണ്. നമ്മൾ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, ചക്ക എടുക്കാൻ വന്നേ അവൻ്റെ വീഡിയോ ആണ്. ആ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ വീട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ചക്കയ്ക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കാന്താരി മുളകും ഉണ്ടമുളകും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതും കൂടെ കുറച്ച് പറിച്ച് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാന്താരി മുളകൊക്കെ ഇട്ട് ചക്ക കഴിക്കാം. അതുപോലെ എല്ലാം പഴുത്ത് കേട്ടോ. അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അയ്യത്തോട്ട് കയറാനെ കൊണ്ടുള്ളൊരു സമയം അമ്മയ്ക്കും ഇല്ല, അച്ഛനും ഇല്ല. ജോലിക്ക് പോകുന്നതുകൊണ്ടേ പിന്നെ ഞങ്ങൾ പിന്നെ ആഴ്ചയിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും അത്യാവശ്യം ഉണ്ട്. എല്ലാം പഴുത്ത് താഴെ പോയതുകൊണ്ട് കുറവാണ്. ഒരുപാടുണ്ട്. എല്ലാം കാട് പിടിച്ച് കിടക്കുക. കാടെല്ലാം മാറ്റണം. മഴയും കൂടെ കഴിഞ്ഞാൽ കാടിന് നമുക്ക് പറിക്കാനാണെങ്കിൽ ഇത് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ ഫുള്ള് കാടാവുന്നതാണ്. എല്ലാം പഴുത്ത് നിൽക്കുക. പഴുത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. പറിക്കാൻ പോയ പോക്ക് വേണ്ട ഉണ്ടമുളകും നമ്മുടെ പച്ചമുളകും കാന്താരി ഒക്കെ പറിച്ചുകൊണ്ടാണ് ഈ വരുന്നത്. കാരണം ഷട പോയ സമയത്ത് ഞാൻ മീൻ്റെ അകത്തെല്ലാം അരപ്പ് ചേർത്ത് നമ്മുടെ ചട്ടിയിലാക്കി വിറകടുപ്പിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം വേണം അവിടെ പാത്രം വിൽക്കുന്ന അണ്ണം വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഞായറാഴ്ച വരുന്ന ഒരു അണ്ണനാണ് കേട്ടോ. നമ്മൾ ഏത് പാത്രം വേണമെങ്കിലും പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി കൊണ്ടുതരും. നല്ല സാധനം, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ട് തരുന്നത്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത് വേറൊരു അച്ഛനായിരുന്നു. ആ പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് വയ്യാതായപ്പോൾ ഈ അണ്ണനായി വരുന്നത്. അതായത് നമുക്ക് വേണ്ട പാത്രം എല്ലാം കൊണ്ടുതരും. എല്ലാം ഉണ്ട്. ചെറിയ വണ്ടിക്കകത്ത് എല്ലാം സോപ്പ് പെട്ടി വലിയ കലം വരെ ആയിട്ടാണ് പുള്ളി നടക്കണം. അത് നമുക്ക് നല്ല വെള്ളം വേണ്ടി കാണിക്കുന്ന കലവും എല്ലാം ഉണ്ട്. നമ്മൾ പറയുന്ന സാധനം കൊണ്ടുതരും. എല്ലാം നല്ല ആദായ വിലയ്ക്കാണ് പുള്ളി കൊണ്ടുതരുന്നത്. നമ്മൾ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് കൊടുത്താൽ മതി. പുള്ളി അതനുസരിച്ച് സാധനമൊക്കെ തരുകയും ചെയ്യും.
നിങ്ങൾ കാണുമ്പോഴായിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത നല്ല സാധനം. എൻ്റെ കയ്യിരിക്കുന്ന കലം കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാരണം കൈ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉള്ള സാധനം. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം അമ്മ എന്നോട് ചോദിക്കുന്ന മാവേലിക്കര കൊണ്ടുപോകാൻ വേണോ, പാത്രത്തെയൊക്കെ കരി പിടിക്കാതിരിക്കാൻ വെക്കുന്ന സാധനമാണ് തീ കത്തിക്കുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ഈ സാധനം വെക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം നമുക്ക് അത് വേണ്ടെന്ന് തന്നെ. കാരണം അണ്ണൻ ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. കാരണം അണ്ണനോട് പറഞ്ഞു, അണ്ണൻ ഇങ്ങനെ ചെയ്യുന്ന ഈ വീഡിയോ ഒക്കെ വരുന്നത്. കാരണം അണ്ണനെ കണ്ട നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് നടക്കുമെന്ന്. പക്ഷെ അണ്ണന്റെ പഠിത്തം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ. അണ്ണൻ ഒരു ബിടെക്കുകാരനാണ് കേട്ടോ. കാരണം അണ്ണന്റെ കയ്യിലുള്ള എല്ലാ പാത്രമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുക. അവരമ്മ ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുക, എന്താ ഈ വേറെ പാത്രം ഉണ്ടോ, എന്താ ചൂടുള്ള ചോറ്റുപാത്രം ഉണ്ടോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുക. അമ്മയ്ക്ക് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. അന്നേരത്തേക്ക് കരിയാപ്പില ഒരാൾ വെച്ച് നീട്ടുക. ഈ സമയത്ത് റോഡിൽ കൂടെ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ റോഡും വീടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന വലിയ ലോറി വരെ പോകുന്നത് കാണാം. അണ്ണൻ ഇരുന്ന് 10 പൈസ കൊടുത്തതിന്റെ പറ്റയൊക്കെ വെട്ടി കുറയ്ക്കുക കേട്ടോ. അമ്മ ഇരുന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവൻ ശരിയായിട്ടാണോ കണക്ക് കുറയ്ക്കുന്നതെന്നൊക്കെ നോക്കാനൊക്കെ പറയാം കേട്ടോ. ഈ അണ്ണന് ആർക്കെങ്കിലും ജോലി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അണ്ണനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അണ്ണൻ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അറിയത്തില്ല, എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട്. എടാ നീ എന്താ പഠിച്ചേ? ബിടെക് പഠിച്ചവനാണ്, പാത്രക്കച്ചവടമായിട്ട് നടക്കുക. നിനക്കെന്താ ജോലി കിട്ടിയില്ലേ? കിട്ടിയില്ല. അപ്പോൾ ബിടെക് പഠിച്ചവനാണ്. എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനോട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ജോലി ഇവന് കൊടുക്കുക. ഓക്കെ, അത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെ വേണേലും വന്ന് ജോലി ചെയ്യും അല്ലേ? അപ്പോൾ ബിടെക് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാത്രങ്ങളൊക്കെ തന്നു, സന്തോഷമായിട്ട് അവൻ പോവുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും ഒരു പാത്രം വാങ്ങുന്നതാണ്. അടുത്ത പ്രാവശ്യം നല്ലൊരു ജോലിയും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ബൈ. ഏതാ നമ്മുടെ മീൻകറി അടുപ്പയിലായിട്ടുണ്ട്. അത് നോക്കിക്കേ, ആ സൈഡിൽ നമ്മൾ മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്, വിത്ത് പോലെ. നമ്മൾ ഇവിടെ ഉണക്കി വെച്ചിട്ട് ആ സമയമാകുമ്പോൾ നമ്മളിത് എല്ലാം പാകി എടുക്കുന്ന. ഇവിടെ കുറച്ച് വിറക് ഉണക്കാൻ വെച്ചേക്കുന്ന. ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മളിപ്പോഴത്തെ കാലത്ത് കാണത്തില്ലായിരിക്കും, ചില വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ തീ കത്തിക്കുമ്പോൾ ഇവിടെ ചൂടുവെള്ളം വെക്കും. ചൂടുവെള്ളമാണ്, വെള്ളം ചൂടാകാൻ വെക്കും. അതായത് കുളിക്കാനും ഒക്കെ വേണ്ടി വെക്കുന്നതാണ്. ഈ തീയുടെ ചൂട് ഇങ്ങോട്ട് ഡയറക്റ്റ് എടുത്ത് ഈ വെള്ളം ഒന്ന് ചൂടായിക്കോളും. ഈ കലത്തിൽ വേണം. അത് നമുക്ക് പ്രത്യേകിച്ച് അനുഭവം. അങ്ങനെ വലിയ സൗന്ദര്യമായിട്ടുള്ള അടുപ്പുകളൊന്നും അല്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഴയകാല അടുപ്പാണ്. ഒരു കാരണവശാലും അമ്മ ഇത് മാറ്റാനെ കൊണ്ട് സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് ഈ അടുപ്പാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പുകയില്ലാത്ത അടുപ്പ് വെക്കാനെ കൊണ്ട് ഞാൻ പ്ലാൻ ഇട്ടു. അമ്മ പറഞ്ഞത് വേണ്ട. അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഈ ഷീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റും കൂടെ ഇവിടെ ഇട്ട് ഞങ്ങൾ പുകയ്ക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ 2 കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷീറ്റ് ഇതിന് താപ്പോട്ട് ഇടും, റബ്ബർ ഷീറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുക മുകളിലോട്ട് പോകുമ്പോൾ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അപ്പം വലിയ ഭംഗിയൊന്നുമില്ല ഞങ്ങളുടെ കിച്ചണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്. അപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ട് വരിക. അത് തേങ്ങ അരച്ച മീൻകറിയാണ് കേട്ടോ. നല്ല അടിപൊളി തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ വേണ്ട വെട്ടിരുമ്പോൾ കൊണ്ടുവന്ന് തീക്കകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുവാ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞെന്തുവാ, അത് ചക്ക വെട്ടിയ വെട്ടോത്തിയാണ്. ഈ വെട്ടോത്തി കൊണ്ടാണ് ചക്ക വെട്ടിയെടുത്തത്. അപ്പോൾ ഇതിൽ മൊത്തം ചക്കരക്കാണ്. അപ്പോൾ ചക്കരക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ മണ്ണെണ്ണയായിരുന്നു തൂക്കുന്നത്. അപ്പോൾ മണ്ണെണ്ണ കിട്ടാനില്ലാത്തതുകൊണ്ട് പുതിയൊരു ഐഡിയ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കരക്ക് ഇരുമ്പിലോ അല്ലെങ്കിൽ വെട്ടോത്തിയിലോ വല്ലോ ആയി കഴിഞ്ഞാൽ ഇതുപോലെ അടുപ്പി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉരുകി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ വെട്ടോത്തിയുടെ ഉരുക്കും കൂടെ ഒന്ന് കൂടും. ചൂടടിക്കുമ്പോൾ ഉരുക്ക് കൂടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മുടെ ചക്കയുടെ സെഷനിലോട്ട് പോകാം. അപ്പം നമ്മുടെ മീൻകറി അവിടെ ഒന്ന് തിളച്ച് റെഡിയാകട്ടെ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെട്ടിയണ്ടേ, അമ്മ ചക്കയൊക്കെ വെട്ടിയാണ്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ പൊളിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അലിക്കുട്ടിയെ വിളിച്ച് അമ്മയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമുക്ക് ചക്ക പൊളിക്കാം. എന്തായാലും ഞാനും കൂടെ സഹായിക്കാമെന്ന് വിചാരിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തീരത്തില്ല. അപ്പം ഞാനും കൂടെ ഇരുന്ന് സഹായിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ചക്കക്കുരു ഒക്കെ അടിപൊളിയാണ്. ഇപ്പം എല്ലാവരും ചക്കക്കുരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ്. ചക്കക്കുരു നാണക്കേടൊന്നും, അതെ, ബോംബ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറയും ചക്കക്കുരു എന്ന് പറയുന്നത്. ഓക്കെ, ചക്കക്കുരു നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് ചക്കക്കുരു. ഈ ചക്ക തന്നെ കൊണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മളും സഹായിക്കണം ഇവരെ കേട്ടോ. നമ്മളും സഹായിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇവർ ഉച്ച സമയമാകുമ്പോഴത്തേന് ഇവരുടെ മുഖത്തിൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറും. ശരിയല്ലേ? ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മളും കൂടെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് സഹായിക്കുമ്പോൾ സന്തോഷമായിരിക്കും. ശരിയല്ലേ? അപ്പം നമ്മളും കൂടെ സഹായിച്ച് കൊടുത്ത് നമ്മളൊരു
രണ്ട് മണിയല്ല 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഫുഡെല്ലാം റെഡിയാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആവുന്നെങ്കിൽ താമസിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരുടെ പിന്നെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്കും ദേഷ്യം വരും. പിന്നെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോവും. പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെ, അപ്പോൾ അതുകൊണ്ട് അനുഭവം ഗുരുവാണ്. അപ്പോൾ ഞാനും സഹായിച്ചു കൊടുക്കും കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. പണ്ട് കണ്ടോ, അത് പൊളിച്ചു കേട്ടോ. ഇപ്പോൾ പറയും വീഡിയോയ്ക്ക് വേണ്ടിയല്ലയോ ഇങ്ങനെ പറയുന്നതെന്ന് പറയും. അങ്ങനൊന്നുമില്ല, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയല്ല, ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ പാത്രം കഴുകി കൊടുക്കും, തുണി കഴുകാൻ സഹായിക്കും. പക്ഷെ തുണി കഴുകുന്നത് ഞാനല്ല, അവള് കഴുകി തരും. ഞാൻ തൃശ്ശൂർ പോലും അല്ല, ഞാൻ തുണിയൊക്കെ ഈ പിഴിഞ്ഞൊക്കെ തരാറില്ലേ. ചെയ്യുന്ന കാര്യം ചെയ്യുമെന്ന് പറയണം. പാത്രം നേരത്തെ കഴുകി തരുമായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ എല്ലാം അരിഞ്ഞൊന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോകാനൊക്കെ രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്താൽ, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി, എണീക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. ഒരു ശിവക്ഷേത്രമാണ്, ഒരു അപ്പൂപ്പൻ്റെ ഒരു അമ്പലമാണ്, കൈലാസക്കുന്ന് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ട് അവിടെയും കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ട് എളുപ്പം പണിയൊക്കെ തീർക്കട്ടെ. ബാക്കി വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഓക്കേ. അതെ, ഈ ചക്കയൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ചക്കയുടെ ചവണിയൊക്കെ പൊടിച്ച് എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സമയമായി. ഇപ്പൊ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. ചക്കയൊക്കെ അരിഞ്ഞ് അമ്മ വേണ്ട ഒരു ചരുവത്തിലാക്കിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കുഴകുഴാന്ന് ഒരുമാതിരി ഒരു ചെറിയൊരു കുഴമ്പം പരുവത്തിൽ അമ്മ എടുക്കത്തുള്ളൂ കേട്ടോ. അത് ഞാൻ ആ സൈഡിൽ നിന്നുള്ള തേങ്ങ തിരുന്നുണ്ട് ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടി. അമ്മ വേണ്ട ആവി പോകാതിരിക്കാൻ വാഴയില കൊണ്ട് മൂടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചക്കയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ വേണം, പച്ചമുളക് വേണം, അതുപോലെ തന്നെ കാന്താരി വേണ്ടവർക്ക് കാന്താരി വെക്കാം, വെളുത്തുള്ളി വേണം, കുരുമുളക് വേണം, ജീരകം വേണം, കരിയാപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് നമ്മൾ ചക്ക ഒന്ന് ആവി കയറുമ്പോൾ തിരിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് അരപ്പ് വിട്ട് വാഴയില കൊണ്ട് വീണ്ടും മൂടി അതിൻ്റെ മണ്ടയ്ക്ക് ആവി പോകാതിരിക്കാൻ ഒരു പാത്രവും വെച്ച് വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെന്തോന്നറിയാൻ വേണ്ടി തപ്പിപ്പൊത്തി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ വെന്ത് കഴിഞ്ഞപ്പോൾ അമ്മ വേണ്ട അതെടുത്തിട്ട്, അമ്മയൊക്കെ പണ്ട് കാലം കാലുകൊണ്ട് ചവിട്ടി പിടിച്ചാണ് ഇത് കുഴയ്ക്കുന്നത്. കാരണം അമ്മ ഇത് ഇറക്കി വെക്കാം കേട്ടോ, തുടുപ്പെടുത്ത് വെച്ച് നല്ല ബലത്തെയാന്ന് വെച്ചാൽ ഒത്തിരി ഇവിടെ ലൂസ് ആക്കത്തില്ല, കുറച്ച് കട്ടിയോടാണ് ഇവിടെ എടുക്കുന്നത്. കാരണം അമ്മ ഈ 2 കാലം കൊണ്ട് ചവിട്ടി പിടിച്ച് അമ്മയ്ക്ക് നല്ല ബാലൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ചെറിയ കാലത്തിലൊക്കെ ചീനിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇളക്കാറുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ അമ്മ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ തുടുപ്പ് എനിക്ക് തരും. അതിൽ തുടുപ്പ് ഇരിക്കുന്ന ബാക്കി തിന്നുന്ന ജോലി എൻ്റെ പണിയാണ്. ഉപ്പുണ്ടോ, മുളകുണ്ടോ, എരിവുണ്ടോ എന്നൊക്കെ നോക്കുന്നത് എൻ്റെ ജോലിയാണ്. അങ്ങനെ വെന്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് ചക്ക എടുത്ത് മീൻകറിയായിട്ട് ഓടി വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ചൂട് ചക്ക മതി, ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാണല്ലോ. ഓക്കെ, അല്ലേ, നല്ല ചൂട് ചക്കയും മീൻകറി നമ്മുടെ രാവിലെ റെഡിയാക്കിയ മത്തിക്കറിയാണ് കേട്ടോ. പിന്നെ അത് പണ്ടത്തെ ആൾക്കാർ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്. ഇച്ചിരി കഴിച്ചപ്പോൾ തന്നെ ആ മീൻകറിക്ക് നല്ല എരിയുണ്ട് കേട്ടോ. അപ്പോൾ ആ എരിയും മീൻകറിയും എരിവുള്ള മീൻകറിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. സംസാരിക്കാനുള്ള ഇത് വരുന്നില്ല, ടേസ്റ്റ് കാരണം. വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് അരപ്പായിട്ട് ചേർത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കടുപ്പിച്ച് കൊഴി പിടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നു. സൂപ്പറാണ്, അടിപൊളിയാണ്. ചൂടോടെ കഴിക്കണം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചും കഴിക്കാം. അപ്പം നമുക്ക് ഇനി ചോറ് കഴിക്കാം. ഓക്കെ, അപ്പോൾ കപ്പ പോട്ടെ, സോറി, ചക്ക കുറച്ച് കഴിച്ചു, ഇനി ചോറും കൂടെ കൂട്ടി കഴിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഇതിന് ശകലം ഞാനെടുത്ത് അമ്മ വന്നോ? ആഹാ, എന്നാൽ പിന്നെ അമ്മയുടെ കൂടെ കുറച്ച് കഴിച്ച് നോക്കാം. അമ്മ വെറൈറ്റി ആയിട്ട് കണ്ടേ, ഇത് കണ്ടോ, നല്ല കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. നല്ല ഉള്ളിയും പിന്നെ കാന്താരിയും കൂടെ കല്ലേ വെച്ച് ചവച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ, കാന്താരി മുളക് നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അമ്മ എന്തോ എരി പിന്നെ എടുക്കുന്നത്? നല്ല എരിയുണ്ടോ? അന്നേരം വന്നോ കാന്താരിയും കൂടെ അയച്ചോണ്ട് വന്നേ? കാന്താരിക്ക് മധുരമുണ്ടോ? ഇന്നലെ മേടിച്ചതാ മത്തി കേട്ടോ. കിലോയ്ക്ക് 400 രൂപയാണ്, ഭയങ്കര വിലയാണ് മത്തിക്ക്. ഇങ്ങനെ വള്ളമീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മത്തിയായിരുന്നു അല്ലേ, പരിഞ്ഞിലുള്ള മത്തിയായിരുന്നു കേട്ടോ. എന്തായാലും കാന്താരി
ചമ്മന്തിയും മത്തിച്ചാറും എല്ലാം കൂടെ കൂട്ടി കഴിക്കാം. അത് വേണം. അപ്പോൾ അതെ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡ് ഇന്ന് ചോറ് പിന്നെ കഴിക്കുന്നുള്ളൂ. ചിലപ്പോൾ ചോറ് കഴിക്കത്തില്ല കേട്ടോ. ഇത് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ കഴിച്ച് എൻ്റെ വയറ് നിറയും. അപ്പോൾ ഓക്കെ, ഉച്ചക്കത്തെ ഫുഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ വിശേഷം കാണാം. ഓക്കെ, ബൈ. അങ്ങനെ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലമുണ്ട്, കൈലാസക്കുന്ന് ശിവപാർവതി ക്ഷേത്രം. ഞങ്ങളുടെ അപ്പൂപ്പൻ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തൊഴാൻ വേണ്ടി പോയി. കാരണം വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ ഇവിടെ വരുമ്പോഴൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആരും അവിടെ പോയി മുറുക്കാനും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കും. കാരണം ഇവിടെ നല്ല രസം ഇവിടെ പോയിരിക്കാനേ, ഒരു പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ. എന്താണെന്നറിയത്തില്ല, ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് ആയതുകൊണ്ടാണോന്നും അറിയത്തില്ല ഇവിടെ കൈലാസക്കുന്നെന്ന് പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. വലിയ അമ്പലമല്ല, ഒരു കുഞ്ഞമ്പലം. കാരണം ഞങ്ങൾ ഇവിടെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ഒക്കെ ഇറങ്ങിയൊക്കെ വരുവാണ്. കാരണം ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. കാരണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്